സങ്കീർത്തനങ്ങളുടെ പുസ്തകം 106 അധ്യായം 6 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു, ഞങ്ങൾ അനീതി പ്രവർത്തിച്ചു, ഞങ്ങൾ ദുഷ്ടതയോടെ പെരുമാറി. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു, ഞങ്ങൾ അനീതി പ്രവർത്തിച്ചു, ഞങ്ങൾ ദുഷ്ടതയോടെ പ്രവർത്തിച്ചു, പെരുമാറി. നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും നമ്മളുടെ നന്മകളെക്കുറിച്ച് ഓർക്കാനും നമുക്ക് ഉള്ള നമ്മളുടെ വ്യക്തിപരമായ വലിപ്പത്തെക്കുറിച്ച് ഓർക്കാനും ഒക്കെ ആയിരിക്കും നമ്മൾ മുതിരുക. അതിനെ നമ്മൾ പോസിറ്റീവ് തിങ്കിങ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ മാതാപിതാക്കളെക്കുറിച്ചാണെങ്കിലും, അതുപോലെ തന്നെ മരിച്ചുപോയ ആളുകളെക്കുറിച്ചാണെങ്കിലും, പൂർവികരെക്കുറിച്ചാണെങ്കിലും ഒക്കെ പറയുമ്പോൾ അവരുടെ വലിപ്പം പറയുക, അവർക്ക് വലിയ മഹിമയുണ്ടായിരുന്നെന്ന് പറയുന്ന ഒരു രീതിയാണ് സാധാരണ ലോകാരൂപിയിലുള്ള മനുഷ്യർ ചെയ്യുന്നത്. എന്നാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമുള്ള ഇസ്രായേലിൻ്റെ ഒരു പൈതൽ പറയുകയാണ്, ഇസ്രായേലിൻ്റെ ഒരു മകൻ പറയുകയാണ്, ഇസ്രായേലിൻ്റെ ജീവിതത്തെ, ഇസ്രായേലിൻ്റെ കഥ മുഴുവനും അപഗ്രഥിച്ചുകൊണ്ട് അവൻ പറയുകയാണ്, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു പോയി, ഞങ്ങൾ അനീതി പ്രവർത്തിച്ചു, ഞങ്ങൾ ദുഷ്ടതയോടെ പെരുമാറി. സ്വന്തം പാപങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള വ്യക്തിക്ക് മാത്രമേ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. സ്വന്തം പാപങ്ങളെ ശുദ്ധീകരിക്കാൻ തയ്യാറാകുന്ന വ്യക്തിക്ക് മാത്രമേ സ്വന്തം ആത്മീയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കത്തുള്ളൂ. സ്വന്തം ജീവിതത്തിലെയും കഴിഞ്ഞകാല ജീവിതത്തിലെയും കഴിഞ്ഞ തലമുറകളിലെയും ഒക്കെ പാപത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കേണ്ടതുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പോലും നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള ബാധ്യത ഉണ്ട് എന്ന് സഭ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. നമുക്ക് ആ ഒരു ബോധ്യമുണ്ടാവണം. നമ്മളെ തന്നെ, ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് ഒരാൾ അയാളെ തന്നെ ശുദ്ധീകരിക്കണം. ചിലപ്പോൾ വർഷങ്ങളോളം എടുക്കും, ചിലപ്പോൾ മരണക്കിടക്കയോളം അത് പോകേണ്ടി വരും. അത് മരണക്കിടക്കയിലും പൂർത്തിയാകാത്തവരാണ് ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോകേണ്ടി വരുന്നത്. അപ്പോൾ വിശുദ്ധന്മാരെല്ലാം പഠിപ്പിക്കുന്നതനുസരിച്ച്, പ്രത്യേകിച്ച് വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസ് പഠിപ്പിക്കുന്നതനുസരിച്ച്, ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് പ്യൂരിഫിക്കേഷനാണ്, ശുദ്ധീകരണമാണ്. പ്യൂരിഫിക്കേഷൻ, അഴുക്ക് വരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അഴുക്കുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളൊരു വസ്ത്രം കഴുകുന്നത്. അപ്പോൾ പാപത്തെക്കുറിച്ചുള്ള ബോധം വരുമ്പോഴാണ് നമ്മളെ തന്നെ ശുദ്ധരാക്കണം എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ളൊരു തോന്നൽ നമുക്ക് വരുന്നത്. ആകയാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ഇന്നേ ദിവസം നമ്മളുടെ ജീവിതത്തിലുള്ള പാപങ്ങളെക്കുറിച്ചുള്ള ബോധ്യം കൊണ്ട്, നമ്മളുടെ കുടുംബത്തിലുള്ള പാപങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ കൊണ്ട്, നമ്മളുടെ പൂർവികർ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് വലിയൊരു അനുഗ്രഹമാണ്. പാപങ്ങൾ ഓർത്തു, അല്ലെങ്കിൽ പാപങ്ങളോർത്ത് കരഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ നെഗറ്റീവായി പോകത്തില്ല. നമ്മൾ നെഗറ്റീവ് ചിന്തയിലും അല്ല. അതൊരു മിഥ്യാധാരണയാണ്, അതൊരു മൂഢതയാണ്. ഈ കാലഘട്ടത്തിൽ പിശാച് വിതച്ചിരിക്കുന്ന മൂഢതയുടെ വിത്താണ് അത്. നമ്മളെപ്പോഴും പാപങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകണം. പാപങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുന്ന, അതിനെക്കുറിച്ച് പഠിച്ച് കുറച്ചും കൂടി എക്സ്പേർട്ടാകാൻ വേണ്ടിയിട്ടില്ല, ആ പാപത്തിൽ എക്സ്പേർട്ടാകാൻ വേണ്ടിയിട്ടില്ല, ആ പാപത്തെ എടുത്തു മാറ്റാൻ വേണ്ടി, പാപത്തെ നിശേഷം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എൻ്റെ ജീവിതത്തിലും, എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിലും, എൻ്റെ പൂർവികരുടെ ജീവിതത്തിലും, എന്നോട് ബന്ധപ്പെട്ട സമസ്ത മേഖലകളിൽ നിന്ന്, ഞാൻ പ്രവർത്തിക്കുന്ന സമൂഹത്തിലും നിന്ന് ആ ശുദ്ധീകരണ പ്രക്രിയ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കണമെന്ന് ദൈവ വചനം നമുക്ക് മാതൃക കാണിച്ചു തരുന്നു. പ്രത്യേകിച്ച് ഈ സങ്കീർത്തനം എഴുതിയ അയാളുടെ തന്നെ പാപത്തെക്കുറിച്ച് പറയുകയാണ്, അയാളുടെ പൂർവ്വപിതാക്കന്മാരുടെ പാപത്തെക്കുറിച്ച് ഓർക്കുകയാണ്. അതൊരു നല്ല മാതൃകയാണ്. ആ മാതൃക നമ്മളുടെ ജീവിതത്തിലുണ്ടാകണം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പാപബോധവും പശ്ചാത്താപവും കൊണ്ട് ഈ ദിവസത്തിൽ, ഈ രാത്രിയിൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.